സ്ത്രീകളാണ് സ്ട്രോങ്, ആമ്പിള്ളേരാണ് വീക്ക്. മെന്റലി ഫിസിക്കലി അവരാണ് സ്ട്രോങ്, നമ്മള് ഫിസിക്കലി വീക്കാ. നമ്മളിപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോൾ വന്നിട്ട് എന്നാ നീ എന്നായിട്ട് അടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടി പോവുകയുള്ളൂ. കാരണം നമുക്ക് സെൽഫ് ഡിഫെൻസ് ചെയ്യാൻ നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ മെന്റലി സ്ത്രീകളാണ് സ്ട്രോങ്. അതുകൊണ്ടാണ് ഈ കാരണവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടേ ഭാര്യ മരിക്കാവുള്ളൂ, ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കരുതെന്ന്. കാരണം ഭർത്താവ് മരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് കരഞ്ഞ് അവൾ സഹിച്ച് അത് ആ മെന്റൽ പവർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ തന്റെ ബാക്കി പാതി പോയി കഴിഞ്ഞാൽ ഒരു ആൺകൊച്ചിന് അത് എടുത്തു വരാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാ എടി എന്റെ ഷർട്ട് എവിടെയാ, എടി എന്റെ ഇത് എവിടെയാ, എടി എനിക്ക് ചായ എടുത്ത് വെച്ചോ, എടി അതെടുത്ത് വെച്ചോ. അല്ലെങ്കിൽ എടി ഇന്ന് അവൻ ഇങ്ങനെ വന്നിട്ട് എടി അന്ന് അവിടെ മൊത്തം ടെൻഷനായിരുന്നു, നീ ഒന്ന് പോയാ, നിനക്ക് എന്റെ കാര്യം അറിയാം. ഇത്രയും പറയുന്നെങ്കിലും അവർക്ക് ആ ഉള്ളിൽ സ്നേഹമുണ്ട്. അവർക്ക് ആ വന്ന് അവരുടെ എല്ലാ വൾണറബിലിറ്റീസും കാണിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ഭാര്യയാണ്. അത് ഇല്ലാണ്ട് പെട്ടെന്നാകുമ്പം അവര് പോകുന്ന ഡിപ്രഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവരാരോട് പറയും? ഈ പറയുന്ന ഫ്രണ്ട്സിനോട് അവരുടെ വൾണറബിലിറ്റീസ് പറയുമോ? ഇല്ല. എത്ര ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും നമ്മൾ നാണം കെട്ട ഒരു കാര്യം അവിടെ ചെന്ന് പറയത്തില്ല. നമ്മൾ നല്ലത് ചെയ്തതോ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നത് വരെ പറയും. പക്ഷെ നമ്മളെ അവിടെ നാണം കെട്ടു എന്നുള്ള ഒരു കാര്യം പറയില്ല. അത് പക്ഷെ സെൻസ് ചെയ്യാൻ കഴിവുള്ളത് അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമായിരിക്കും. എന്താ ഓക്കെ ആണോ, അവിടെ ജഡ്ജ് ചെയ്യില്ല എന്ന് തോന്നുന്നത് ഒരു ഭാര്യ മാത്രമായിരിക്കും ജഡ്ജ് ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ മോള് ജഡ്ജ് ചെയ്യും, മക്കളാണെങ്കിലും ജഡ്ജ് ചെയ്യും, പക്ഷെ ഭാര്യ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല.